രാവിലെ തൊട്ട് കൊതുകേട് കൊണ്ടുപോകാൻ വെച്ച ഒരു ക്ലാപ്പോട്ട് അടിക്കുന്നുമില്ല. പോയേക്കാം, തിലുമ്പേന്ന പോലെ പണിക്കും പോകുന്നതായിരുന്നു. വിഷ്ണുവേ, ആ സുല്ലേട്ടാ, നീ ഇവിടെ ചാകരയാന്ന് പറഞ്ഞിട്ട് വല്ലതും തടഞ്ഞോടാ? എന്റെ പൊന്നിയേട്ടാ, ഞാൻ മീന് മന്തിയൊന്നുമല്ല കൊടുക്കുന്നത്. മോനിക്ക് വന്ന് ഒരു കാര്യം പറയാം. ഏട്ടാ എത്ര വലിയ കാര്യം? ഇന്നെ ഏട്ടാ പണിക്കൊന്നും പോയില്ലേ? ഓ, വീട്ടിലാണ് ഭയങ്കര ദാരിദ്ര്യം. അത് കണ്ടുകൊണ്ട് ഞാൻ എങ്ങനെയാടാ പണിക്ക് പോകുന്നത്? അച്ഛൻ രാവിലെ കക്കാവാരം പോയി കാണുമല്ലേ? വേണ്ട. ഞാൻ ഒരു തമാശ പറഞ്ഞ ചേട്ടാ, അത് ഓട്ടെ. അത് കളാ, ഞാൻ കാണാൻ. എന്നാ ചേട്ടാ കാര്യം? എടാ, നിങ്ങളുടെ അടുത്തൊരു ഗൾഫുകാരൻ വാടകയ്ക്ക് താമസിക്കുന്നത് കേട്ടോ? ഏത്? ആ ബാബുച്ചാന്റെ കൂട്ടുകാരൻ്റെ വീട്ടിലോ? അത് തന്നെ. ആ, കെട്ടിയവൻ ഗൾഫിലാന്നേ, പെണ്ണുമ്പിള്ള മാത്രമേ ഉള്ളൂ വീട്ടിൽ. അത് തന്നെ. അവൾ ആളത്ര പേടിപ്പല്ലേ? ഒന്ന് പോ ചേട്ടാ, നിങ്ങൾക്ക് ചുമ്മാ ഏത് പെണ്ണുങ്ങളെ കണ്ടാലും ഇത് മാത്രം അവരാണെങ്കിൽ പാവം, സംസാരിക്കാൻ പോലും പറ്റത്തില്ല. പിന്നെ ഇതിനൊക്കെ ഇത്ര സംസാരിക്കാൻ എന്നായിരിക്കുന്നത്? നിനക്കറിയാമല്ല കേട്ടാ, അവിടെ പലരും കേറിയാണ്. എനിക്കറിയാം. ആരാ ചേട്ടാ ഇല്ലായ്മയൊക്കെ പറഞ്ഞുണ്ടാക്കുന്നേ? പറയുന്നതിനാ കുറ്റം. പാവച്ചേട്ടൻ അവിടെ വാട പോലും മേടിക്കുന്നില്ല, അങ്ങോട്ടാ കാശ് കൊടുക്കുന്നത്. നിനക്കറിയാം. ഞാൻ പോവാ ചേട്ടാ, എനിക്ക് ഇങ്ങനത്തെ വർത്താനം കേൾക്കാൻ പറ്റില്ല. ചേട്ടൻ വേറെ വല്ല പണി അവിടെ നിക്കടാ. ഇങ്ങനത്തെ വർത്താനം കേൾക്കട്ടാ. പറ്റുവാണ് ചേട്ടൻ എന്നെ കാര്യം പറഞ്ഞ എടാ, അവിടെ നിക്കടാ. ഞാൻ നിന്നെ വീട്ടിലിറക്കാം. നിന്നെ പറഞ്ഞ കാര്യം നമ്മൾ എത്ര കാണാം. ഇത് കേട്ടിട്ട് തന്നെ എടാ, നീയൊക്കെ ഇത് കേട്ടിട്ട് സമ്മതിക്കണം. ചേട്ടൻ ചുമ്മാ ഒരുമാതിരി അനാവശ്യം പറയരുത് കേട്ടോ. ോണ്ടോണ്ടോണ്ട് ഞാൻ പറഞ്ഞ സാധനം കണ്ടോ? എന്റെ സൽഗണ ചെമ്മഞ്ഞ അങ്ങോട്ട് നോക്ക്. ഞാൻ ആളെ കിട്ടുള്ളൂ. എന്താണ് എടാ, ഞങ്ങളുടെ വാടക വീട്ടിൽ താമസിക്കുന്നവരാ. അവരുടെ വയറിങ് പോയി കിടക്കുക. നീ ശരിയാക്കണം കേട്ടോ. ഇപ്പൊ ശരിയാക്കി കൊടുത്തു ചോദിച്ചപ്പോരേ. കാശൊന്നും പറഞ്ഞ് മേടിക്കാം, ഞാൻ തന്നോളാം. പിന്നെ ഒരു 10 മിനിറ്റ് ഞാൻ വീട്ടിൽ പോയി ടൂർ തിരക്കണ താമസം മാത്രമേ ഉള്ളൂ. ഞാൻ നേരെ അങ്ങോട്ട് പോകാം. വിഷ്ണുവേ, എടാ പണിയോടാ? പണിയും ചേട്ടൻ അവിടെ പോയതാ? ഞാനേ പോലീസ് സ്റ്റേഷൻ വരെ ഒരു ചെറിയ കേസ് കിട്ടുണ്ടായിരുന്നു. ആണോ? ഞാനെന്നാ കയറി. ശരി. എന്താ ചേച്ചി വേണ്ടേ? പാലോ? അയ്യോ ചേച്ചി ഉമ്മയാണല്ലോ അല്ലേ? ഒന്നും മതിയല്ലേ? ഒരു മിനിറ്റടാ. ഓ 2 പാലല്ലേ? നിൽക്കടാ, ഒരു മിനിറ്റ്. വേറെ എന്നാ വേണ്ടേ? എഴുതാൻ വേണോ? വലിയ ബുക്ക് വേണോ? കുഴപ്പമില്ല. ഓക്കെ. ഒറ്റ എഴുതാൻ. എന്നാ സാധനം അവിടെ പോയത്? വായും വിളിച്ച് വെള്ളം ഇറക്കി നോക്കിയിരിക്കുക. 2 എണ്ണം. പെണ്ണുങ്ങളെ കണ്ടില്ല. അപ്പോൾ നിന്നേ, പിന്നെ എന്നാ ഉണ്ട്? അല്ലേ? പിന്നെ കരണ്ടൊന്നും പോയില്ലല്ലോ അല്ലേ? ഓ, കരണ്ട് പോയാ എൻ്റെ നമ്പർ അറിയാലോ. ഏത് പാതിരാത്രി വിളിച്ചാലും അവിടെ ഞാൻ എത്തിയിരിക്കും. വിഷ്ണു, നീ ഇവിടെ ഉണ്ടായിരുന്നോ? നമ്മുടെ ആളാ പോകുന്നത് കണ്ടോ? മനസ്സിലായി. വിഷ്ണു, നീ വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. എന്നാ ചേട്ടാ? വന്നേടാ, പെട്ടെന്ന് വാടാ. വരുമല്ലേ? നീ കേറിയോ? ഇരുന്ന് വിട്ടോ. ഇതൊക്കെ ശരിക്കും ഉള്ളതാണ് ചേട്ടാ? ഉള്ളതാടാ. എടാ, ഞാൻ ആ CV തുറന്നു നോക്കി. അപ്പൊ അവള് ബാത്റൂമിലേക്ക് പോകും. നീ ഇത് കേട്ടോണം. ഇത് കണ്ടിട്ട് ഇരിക്കപ്പുറതിയില്ലടാ. ഞാൻ ആ വാതിലിന്റെ തുളയിൽ കൂടെ എത്തിയതൊരു നോട്ടം. പറഞ്ഞാ നീ വിശ്വസിക്കത്തില്ല എന്റെ പൊന്നേടാ. എന്റെ പറഞ്ഞോണ്ടല്ലോ ഒരു കാലം. അത് മുഴുവൻ ഞാൻ കണ്ടടാ. അവിടെ കഴുത്തിന്റെ ഈ ഭാഗത്തായിട്ട് ഒരു മറുകുണ്ട്. ഇവിടെ ഈ ഭാഗത്ത് കറക്റ്റാടാ. ബാക്കി ഞാൻ പറയാം. അമ്പള കൊലുസ് ഒന്ന് പോചേട്ടാ. നല്ല ശുഷ്കാന്തി ആയല്ലോ. കേട്ടോളൂ നീ, ഇതൊക്കെ ഞാൻ നേരിട്ട് ഒന്ന് കാണും. അവസാനം അവള് ഡ്രസ്സൊക്കെ മാറി വന്നു. ഞാൻ പൈസ തരാൻ വേണ്ടിട്ടോ ചെന്നത് മേടിച്ചോളാം. ഒവ്വൊട്ടിയാണ് ടെസ്റ്റ്. അവരാ കൈ പൈസ ഉണ്ടല്ലോ എൻ്റെ കയ്യിലോട്ട് വെച്ച് തന്നിട്ട് ഒരൊറ്റ വരിയും ബെഡിലൊക്കെ ഒറ്റ വീഴ്ചയായിരുന്നു. ബാക്കി പറയാനുണ്ടെങ്കിലുണ്ടോ?
ബാക്കി പറയാനാണ് ഒത്തിരി ഉണ്ട്. ബാക്കിയത് അപ്പം അത് മറ്റേലേക്ക് ഞാൻ എഴുന്നേറ്റ് ഒരൊറ്റ ഇരിപ്പോ എന്നിട്ട് പിന്നെ ഉണ്ടല്ലോ. അല്ല വേണ്ട, ഇന്നത്തേക്ക് മതി. ഇല്ല, നിനക്ക് അതിനുള്ള പ്രായം ആയിട്ടില്ല. ഞാൻ പോവാ. നീ പോയി ചൂണ്ടയിടും. നിനക്ക് അതേ ഞാൻ പോകും. പുള്ളി ബാക്കിയൂടെ പറയുമായിരുന്നെങ്കിൽ. എന്തൊരു ഇടപാടാണ്. ഇന്നത്തെ പരിപാടി മൊത്തം വെള്ളത്തിലായി പോയി. ഒന്നോട്ട് കാണാനും പറ്റുന്നില്ല. എൻ്റെ പൊന്നെ, ഇവിടെ വന്ന് കയറി നിൽക്കാനായിട്ട് ഒരു കോപ്പോട്ട് കാണുന്നുമില്ലല്ലോ ഇവിടെ ഒന്നും. പാട്ട കൊള്ളാട്ടെ. ഓ, നീ എഴുന്നേറ്റോ? അപ്പൊ നീ കള്ളനല്ല, പകൽമാന്യനായ രാത്രീഞ്ചരൻ അല്ലേ? ഏതായാലും നീ കാണാൻ വന്നതല്ലേ, കണ്ടില്ലെന്നുള്ള സങ്കടം വേണ്ട. നീ കാണടാ. നീ ആരാടാ? ഇതുകൊണ്ട് പോയി നീ രക്ഷപ്പെട്ടു. പൊക്കോ, ഓടിക്കോ. അപ്പോൾ എങ്ങനെയാ വിഷ്ണുവേ, നാട്ടിൽ പേര് കേട്ട പകൽമാന്യൻ നിന്റെ മുഖംമൂടിയാണെങ്കിൽ പിച്ച ചിന്തട്ടെ? അതേടാ, ബാബുവേട്ടൻ തന്നെയാ. നീ ആരാന്ന് ഇവൻ മനസ്സിലാക്കി സ്ഥിതി നിന്റെ വേഷം ഇവിടെ അയച്ചു വെക്കാം. എന്തിനാടാ ഈ കാശുള്ളവൻ പിന്നെയും പിന്നെയും വാങ്ങിപ്പോകുന്നത്? അതൊക്കെ സാധാരണക്കാരന് കൊടുക്കണ്ടേ? പോലീസ് പിടിക്കരുത്, പിടി കൊടുക്കരുത്, അതാണ് പണിക്കുറ്റം തീർന്നൊരു കാലം. ഒന്നും പറഞ്ഞു കൊടുക്കടാ ബാവേ. ആ, അതൊക്കെ നിനക്കുള്ള വേണ്ടി വെളിയിലുണ്ട്. നീ വിട്ടോ. അപ്പോൾ വീണ്ടും കാണും വരെ ഗുഡ് ബൈ. ഇനി പുതിയ വേഷത്തിൽ, പുതിയ തട്ടകത്തിൽ. കൂടെ നിന്നാൽ ഒരു വിധം നിനക്ക് അതല്ല ഒറ്റിയ ബാബുവിനെ നിനക്കറിയില്ല, കൂടെ ഉണ്ടാവും. അപ്പോൾ നീ ഒന്നും കണ്ടില്ല, ഒന്നും കേട്ടില്ല. എഴുന്നേക്ക്. ഞാനൊന്നും കണ്ടില്ല, പക്ഷെ കേട്ടതോ. അത് തന്നെ, അവൾ ആളത്ര പാവച്ചേട്ടനോട് വാട പോലും മേടിക്കുന്നില്ല. വായും വിളിച്ച് വെള്ളം ഇറക്കി നോക്കിയിരിക്കുക. രണ്ടെണ്ണം ഞാൻ ആ വാതിലിന്റെ തുളയിൽ കൂടെ എത്തി വരും. ടെസ്റ്റ് അവരാ കൈ പൈസ ഉണ്ടല്ലോ എന്റെ കയ്യിലോട്ട് വെച്ചിരുന്നിട്ട് ഒരൊറ്റ വലിയും ബെഡിലൊക്കെ ഒറ്റ വീഴ്ചയായിരുന്നു. കേട്ടതെല്ലാം മോനങ്ങ് മറന്നേക്കടാ. അപ്പൊ നോബി അങ്ങ് പോട്ടെ, ഇനി കളികൾ നമ്മളൊരുമിച്ച്.